ഹലോ ഗൈസ്, അപ്പോൾ പൊടിച്ചാലും പൊടിച്ചില്ലേ ആഷിക്കിനുണ്ട് വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയൊരു കാർ വാങ്ങിക്കാൻ പോവാണ്. നിങ്ങൾക്കറിയാം, ആകെ എൻ്റെ കയ്യിൽ ഒരു ഡിഫൻഡറും പിന്നെ ഒരു സൈക്കിളും കൂടി ഉള്ളതെന്ന്. അപ്പം ഈ സൈക്കിൾ കൊണ്ട് നമ്മുടെ രമേശൻ ചേട്ടൻ്റെ കടയിൽ പോയി ഒരു ലംബോർഗിനി വാങ്ങിക്കാൻ പോവാണ് ഗൈസ്. രമേശൻ ചേട്ടൻ്റെ കട ഇവിടെ അടുത്തൊക്കെ തന്നെ ആയിരിക്കും ഗൈസ്. അല്ല ഗൈസ്, പിന്നെ നമുക്ക് 2K അടിക്കാൻ വളരെ കുറച്ചും കൂടെ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. നമുക്ക് നേരെ രമേശൻ ചേട്ടൻ്റെ കടയിലേക്ക് പോകാം ഗൈസ്. അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ രമേശൻ ചേട്ടൻ്റെ കടയിൽ എത്താറായി ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു ഗൈസ് രമേശൻ ചേട്ടൻ്റെ കട. ഇവിടെ കുറേ കാറും ബൈക്കൊക്കെ കിടപ്പുണ്ട് ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഓക്കെ ഗൈസ്, ഇവിടെ കാർ വെച്ചിട്ട് പോകാം. പക്ഷേ രമേശൻ ചേട്ടനെ ഒന്നും കാണാനില്ലല്ലോ ഗൈസ്. എന്തായാലും നമുക്ക് രമേശൻ ചേട്ടനെ വിളിച്ചു ചോദിക്കാം. ഹലോ രമേശൻ ചേട്ടാ. ഹലോ ഡാ, ഞാനിവിടെ ഉണ്ട്. എന്താടാ പ്രശ്നം മോനെ? ഹലോ രമേശൻ ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ലംബോർഗിനി എടുക്കാൻ വന്നായിരുന്നു. ഓ, അന്ന് എടുത്തോ? എനിക്ക് ഭയങ്കര പനിയാണ്. ഞാനിവിടെ വീട്ടിൽ ഇങ്ങനെ കിടക്കുക. എന്നാലും ചേട്ടാ, ആരെങ്കിലുമൊക്കെ ഇവിടെ നിർത്തിയിട്ട് വെക്കോടെ? ആരെങ്കിലും ഒന്ന് വണ്ടി മോഷ്ടിച്ചു പോയാൽ പിന്നെ ആരാ പറയുന്നേ? എന്തായാലും കുഴപ്പമില്ല, നീ ആ വണ്ടി അങ്ങ് എടുത്തോ, പിന്നെ പൈസ തന്നാൽ മതി ഗൈസ്. അപ്പോൾ രമേശൻ ചേട്ടൻ പറഞ്ഞത് വണ്ടി എടുത്തോ പിന്നെ പൈസ തന്നാൽ മതി എന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ട വണ്ടി ഈ ഗ്രീൻ കളർ ലംബോർഗിനിയാണ് ഗൈസ്. പക്ഷെ ഞാൻ എങ്ങോട്ടാണ് കയറി പോകുന്നത്? വൈറ്റ് അല്ല ഗൈസ് നമുക്ക് വേണ്ട, ഗ്രീനാണ് വേണ്ടത് ഗൈസ്. ഗ്രീൻ ഗൈസ്. ഈ സൈഡിലല്ല ഡോറ് കൊടുക്കേണ്ടത്, അപ്പുറത്തെ സൈഡിലല്ലേ. പക്ഷേ ഞാൻ പൊട്ടനാണ് യെസ്. അങ്ങനെ നമുക്ക് പുതിയൊരു ലംബോർഗിനി കിട്ടി. ഈ ലംബോർഗിനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. ഇതെൻ്റെ സൈക്കിൾ തന്നെയില്ല. ആ സൈക്കിളിനൊന്നും നമുക്ക് വേണ്ട. എൻ്റെ ഇപ്പോൾ ലംബോർഗിനി ഫിയാനുണ്ടല്ലോ. പിന്നെന്താ, ലംബോർഗിനി ഫിയാനൊന്നുമില്ല. ഫിയാനൊക്കെ എന്നാ പൈസ ആയിരിക്കും നിങ്ങൾ നോർത്ത് നോക്കും ഗൈസ്. എൻ്റെ കേസ് 2 പേര് അതിന് പോകും. അയ്യോ ഗൈസ്, ഈ ലംബോർഗിനി ഫിയാൻ എന്തോ പറ്റി. അയ്യോ ഗൈസ്, എൻ്റെ ലംബോർഗിനി സിയാൻ പോയി. ഛേ, ആ ഗൈസ്, ആരെങ്കിലും എന്നെ രക്ഷിക്കുക ഗൈസ്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ലംബോർഗിനി സിയാൻ പോയല്ലോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ രമേശൻ ചേട്ടനെ വിളിച്ചിട്ട് വണ്ടി എന്തിനാ. ഹലോ രമേശൻ ചേട്ടാ, വരുന്ന വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒന്നുകൂടെ ഒരു കാർ ഇങ്ങോട്ടൊന്ന് അയച്ചു തരാമോ? പിന്നെന്താടെ മോനെ, പക്ഷെ പൈസ വേണം. പൈസ ഇല്ല ഒന്നും നടക്കത്തില്ല. എന്നാൽ ശരി, അത് നീ എൻ്റെ നമ്പർ ഒന്ന് ശരിക്കും അടിക്കാൻ നോക്ക്. ഓക്കെ, എന്നാൽ ശരി ഗൈസ്. 70 ആണ് കാറിൻ്റെ നമ്പർ. അപ്പോൾ പെട്ടെന്ന് അത് വരും ഗൈസ്. പ്രതീക്ഷിക്കാം ഗൈസ്. അങ്ങനെ നമുക്കിപ്പോൾ കാർ കിട്ടിയിട്ടുണ്ട്. ഇനി ആ കാർ എടുത്ത് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഈ പ്രാവശ്യമെങ്കിലും ശരിക്കും ഒരു ആക്സിഡൻറ്റ് പറ്റാൻ നോക്കണം ഗൈസ്. എല്ലാവർക്കും ഇപ്പോൾ ഈ കാറുണ്ടല്ലോ, വേറെ കുഴപ്പമില്ല ഗൈസ്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ഈ കാർ നമുക്ക് ലോക്കിട്ടൊക്കെ വെക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും കണ്ണൊക്കെ ഒന്ന് എടുത്തോണ്ട് പോയാലോ. എന്തായാലും കുഴപ്പമില്ല, പിന്നെ അല്ലേ ഇടാം ലോക്ക് അല്ലേ. അങ്ങനെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം എൻ്റെ കാറ് ഗൈസ്. അങ്ങനെ ഞാൻ പുതിയ കാർ വാങ്ങിച്ചേക്കാം ഗൈസ്. അങ്ങനെ ഇപ്പം രാത്രിയായി, നമുക്ക് കുറച്ച് നേരം കിടന്നുറങ്ങാം ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ ബെഡ്. ഇവിടെ സോഫ ഉണ്ട്, അവിടെയാണ് ഞാൻ എപ്പോഴും കിടന്നുറങ്ങാറ്. എന്തായാലും നമുക്കിനി ഒന്ന് പോയി കിടന്നുറങ്ങാം. ഞാനാണ് കള്ളൻ സുഗണ്ണൻ. ഇവിടെയുള്ള എല്ലാ കാറും ഞാൻ അടിച്ചു മാറ്റും ഗൈസ്. ഇത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടില്ലേ. എന്തായാലും ഇവിടെ പുതിയ ഇത് ഒരു ലംബോർഗിനി വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കത് നൈസായിട്ട് അടിച്ചിട്ട് പോകാം. അവനിപ്പോൾ കിടന്ന് ഉറങ്ങുമായിരിക്കും. നമുക്കത് പോയി എടുക്കാം. എൻ്റെ പണിയാണ് കള്ളൻ, എൻ്റെ പണിയാണ് മോശം. ഞാനാണ് ഇവിടെയുള്ള ഏക ഒരു കള്ളൻ. പോലീസുകാരൊക്കെ എന്നെ നോക്കിക്കൊണ്ട് കിടക്കും. പോലീസുകാരൊക്കെ ഇപ്പോൾ കിടന്ന് ഉറങ്ങിക്കാണും ഗൈസ്. അതുപോലെ നമ്മുടെ പാതിരാത്രിയാണ് ഗൈസ്. കുഴപ്പമില്ല ഓടാട്ടെ. ആ പൊട്ടനാണെങ്കിൽ ഇത് കീ പോലും ഇട്ടിട്ടില്ല
തന്നെയാണ്. പക്ഷെ ആർക്കും ഇത് അറിയില്ല ഗൈസ്. എന്തായാലും നിങ്ങൾ ഗൈസ് ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ ആ വീട് കാണിക്കുവാണെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യത്തില്ലേ? ഞാൻ കാണിക്കാം ഗൈസ്. ഇവിടുന്ന് കുറേ ദൂരമുണ്ട് എൻ്റെ വീട്. അതുകൊണ്ട് ഞാൻ കുറേ നേരം കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ ചെറുതായിട്ടൊന്ന് മുട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ വീട് ഇട്ടിട്ടുണ്ട്. ഇത് അധികം ആൾക്കാർക്ക് അറിയത്തൊന്നുമില്ല ഇത് എൻ്റെ വീടാണ്. എല്ലാവരും വിചാരിച്ചത് ഇത് പണക്കാരുടെ വീടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പൈസയൊന്നുമില്ല. ഞാനെല്ലാവരുടെയും നോക്കിയിട്ടൊക്കെയാണ് പൈസ എടുക്കാറ്. ഇതിലൊന്ന് കാണുകയാണെങ്കിൽ ഞാൻ തീർന്നു ഗൈസ്. ഇവിടെയാണ് എൻ്റെ കാർ പാർക്ക് ചെയ്യുന്നത്. എന്തായാലും ഇനി നമുക്ക് പോയി ഉറങ്ങാം ഗൈസ്. ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇതൊക്കെ മതിയായിരിക്കുമല്ലേ? ഇനി അവനിത് കണ്ടുപിടിക്കാൻ വരുവാണെങ്കിൽ അവർക്ക് മനസ്സിലാകത്തൊന്നുമില്ല. ഇനി നമുക്ക് കിടന്നുറങ്ങാം. ഗൈസ് എൻ്റെ ബെഡ്റൂമൊക്കെ അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ ഗൈസ്. ഗൈസ് ഇങ്ങനത്തെ ഒരു പടിയൊക്കെയാണ് എനിക്കുള്ളത് ഗൈസ്. ഇതെന്താണ് ഗൈസ് കയറാൻ പറ്റാത്തത്? ഇതേട്ടക്ക് അങ്ങനെയാണ് ഗൈസിൻ്റെ. അയ്യോ ഇതെന്താണ് ഗൈസ് എനിക്ക് പറ്റിയത്? ഓഹ് ഇനി നമുക്ക് പോയി ഇവിടെ എന്തായാലും തൽക്കാലത്തിൽ നിന്ന് ഇവിടെ കിടന്നുറങ്ങാം. ഗൈസ് അങ്ങനെ ഒന്ന് ഉറക്കം കേട്ടിട്ടുണ്ട്. ഇനി എൻ്റെ ലംബോർഗിനി എടുത്തുകൊണ്ട് ഡ്രൈവിങ്ങിന് പോകാം ഗൈസ്. ലംബോർഗിനി ഇവിടെ ഉണ്ടോ ഗൈസ്? ലംബോർഗിനി ഇവിടെ കാണാനില്ല ഗൈസ്. എന്നാ പറ്റി ഗൈസ്? ഇനി ഏതെങ്കിലും കള്ളം വന്നാൽ മുട്ടോണ്ട് പോയോ? പക്ഷെ ഞാൻ ലോക്കിട്ട് വെക്കാനും മറന്നുപോയി. ഞാൻ കീ അവിടെ തന്നെ വെച്ച്. നമുക്ക് പോലീസുകാരോട് എല്ലാം പോയി കംപ്ലൈൻറ്റ് കൊടുക്കാം. എൻ്റെ കയ്യിലാണ് ആ സൈക്കിളും ഇല്ല. സൈക്കിൾ ഞാൻ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ എന്നാ ചെയ്യും ഗൈസ്? ഇവിടെ അടുത്തിന് പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. ഗൈസ് ഇപ്പം തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷൻ എത്തും. ആരായിരിക്കും ഗൈസ് മോസ്റ്റ് കൊണ്ട് പോയി? അറിയാവുന്നവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്ത് വെച്ച കേട്ടോ ഗൈസ്. എന്തിയാ സാധനം? ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട്. ഹലോ ചേട്ടാ, ഇന്നലെ എൻ്റെ ഒരു ലംബോർഗിനി കാർ ആരോ മോഷ്ടിച്ചോണ്ട് പോയി. ഒന്ന് പോടാർക്കാം ഗൈസ്. ഇവിടെ വരെ വന്ന് വെറുതെ ഗൈസ്. ആ പോലീസുകാരൻ ഇതൊന്നും മൈൻഡ് ഇല്ല. പിന്നെ അവർക്ക് എന്തിനാണ് ഗൈസ് പോലീസായ അറിയാം. ഇതൊന്നും അല്ല ഗൈസ് ശരിക്കുള്ള പോലീസ്. ഇനി അവർ തന്നെയാണോ മോഷ്ടിച്ചോണ്ട് പോയി? പോലീസുകാരെ അങ്ങനെ ചെയ്യില്ല ഗൈസ്. എന്തായാലും നമുക്കിവിടെ ഫുള്ളൊന്ന് അന്വേഷിച്ച് നോക്കാം. അല്ല ഗൈസ് ഇവിടെ ഒരു കള്ളനുണ്ടല്ലോ. ആ കള്ളൻ്റെ പേരല്ലേ കള്ളൻ രമേശൻ ഗൈസ്? കള്ളൻ രമേശനാണോ അപ്പോൾ ഇത് ചെയ്തോണ്ട് പോയേ? കള്ളൻ രമേശനില്ല. കള്ളൻ രമേശനൊക്കെ പണ്ടേ ഇപ്പോൾ ആരൊക്കെയോ എന്താ ഇതൊക്കെ ആക്കിക്കൊണ്ട് പോയല്ലേ. പിന്നെ ആരാ? എന്തായാലും നമുക്ക് എൻ്റെ ആ കാർ എടുത്തിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാം. എന്നാ പറ്റി ഗൈസ്? എൻ്റെ ആ കാറും പോയി. എന്തായാലും നമുക്ക് ആ കള്ളനും ചെയ്യണ്ട. ആ കാർ നമുക്ക് ഇവിടെ എടുത്തിട്ട് വന്നിട്ട് പോലീസുകാരനോട് കംപ്ലൈൻറ്റ് ചെയ്യാം. അപ്പെങ്കിലും പോലീസുകാരൻ കേൾക്കുമായിരിക്കും. ഇതെന്താണ് ഗൈസ്? ഗൈസ് അങ്ങനെ നമ്മളിപ്പം കാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോയി നോക്കാം. ഇവിടെ അടുത്തായിട്ടൊരു വീടില്ലേ? ആ വീട് വല്ലതും ഉണ്ടോ? എൻ്റെ കൂട്ടുകാരോട് വല്ലതും കുറിച്ച് ചോദിച്ചു നോക്കാം. അവനെങ്ങനെ അറിയാനായിരിക്കും അല്ലേ ഗൈസ്? എന്തായാലും ഒന്ന് പോയി ചോദിക്കാം. ഗൈസ് ജസ്റ്റ് മിസ്സായിരുന്നു. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാണ് ഗൈസ്. ഇവിടെ അടുത്തായിട്ടൊരു വീടുണ്ട്. അവിടെ ആരും ഇതുവരെ കയറിയിട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു പണക്കാരൻ്റെ വീടാണത്. എന്തായാലും പോയി നോക്കാം. ഗൈസ് ആ വീടാണ് ഞാൻ പറയുന്നത്. അവിടെ വല്ലതും ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ആ വീട് എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ കാർ നിർത്തിയിട്ട് അവിടെ പോയി നോക്കാം ഗൈസ്.
ഇവിടെ ഒരു ലംബോർഗിനി ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം കാർ എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഇതും ജസ്റ്റ് നോക്കിപ്പോയായിരുന്നു. പക്ഷെ അപ്പോൾ ഈ കാർ ഇവിടെ ഇല്ലല്ലോ. നമ്മുടെ രമേശിൻ്റെ കടയിലാണെങ്കിൽ ആകെ ഒരു കാറേ ഉള്ളൂ. അപ്പം ഇത് എൻ്റെ വില ആണോ എന്ന് പോയി നോക്കാം. അകത്തും എല്ലാം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എടാ ഇത് നമ്മളെ കള്ളൻ രമേശല്ലേ? ഇവനെപ്പോഴാണ് ജയിലിലേക്ക് ചാടിയത്? ഞാൻ പറഞ്ഞില്ലല്ലോ. അത് വല്ലപ്പോഴെങ്കിലും പത്രം വായിക്കണം. അതിനോട് പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. എന്തായാലും ഗൈസ് നമുക്ക് ഈ ലംബോർഗിനി എടുത്തിട്ട് ഓടാം. ഗൈസ് കള്ളനിപ്പോൾ എഴുന്നേക്കും തോന്നുന്നു. അതിന് മുമ്പ് നമുക്ക് എഴുന്നേറ്റ് ഓടാം. എന്തായാലും കള്ളൻ്റെ അത്രയും പവറൊന്നും നമുക്കില്ല. ഓടിപ്പോവാം. ഗൈസ് ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് വണ്ടിയുടെ. എന്തായാലും നമുക്ക് ഈ കാർ എടുത്തിട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഒരു വീഡിയോ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരും ചെയ്യണം കേട്ടോ. 2 കയ്യാന് വളരെ കുറച്ച് സബ്സ്ക്രൈബ് കൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വരണം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.